ഒരു ഉപ്പും പുളിയാത്ത സാധനം അനക്ക് വെച്ചുണ്ടാക്കാൻ വെച്ചാന്ന് വെച്ചുണ്ടാക്കാൻ നിൽക്കരുത്. എന്നാ നിനക്ക് വെക്കാൻ പഠിച്ച ഒരു ഉള്ളി തക്കാളി ഒക്കെ കൂടി കണ്ട് ഏരപ്പാക്കിക്കോളൂ ചാറ്. കറുപ്പാക്കിക്കല്ലേ ഏരപ്പാക്കിക്കാന്ന് ചാറല്ലേ കറുപ്പാക്കല്ലേ. അങ്ങനെ തന്നെ വേണമെങ്കിൽ ഞാനോട് കല്യാണം കഴിച്ചന്നെ ഞാനോട് പറഞ്ഞില്ല മൂന്നാമത്തെ ഒഴിവാക്കി വിടാനേ. അപ്പൊ എന്തൊക്കെയാണ് ഓരോ ചക്കരേനെ തേനാണ് പാലാണ് എന്ന് പറഞ്ഞാൽ കൊട്ടയിൽ വെച്ച് നടക്കേം ഓന്റെ കുൽസൂനെ. അമ്മായിമാര് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഒറ്റ മരക്കൾ വരിയുണ്ടാവില്ല. എത്താറേ അമ്മായിമാരെ കുറ്റം പറയാ. ഞങ്ങൾ പെണ്ണുങ്ങൾ ഒറ്റ കെട്ടാണ്. ആർക്ക് വെച്ചിട്ടാക്കിയ പറ്റിയില്ലെങ്കിൽ ചൊട്ടക്ക് പോയാണ്ട് ഒരു ചിക്കൻ വാങ്ങാണ്ട് വെച്ചിട്ടാക്ക. ഒരു ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിലേ എമ്മ വരെ പഠിച്ചൊന്നും വേണ്ട. 10-20 കൊല്ലം ഞാൻ ഗൾഫിൽ കലുത്തിയ വെറുതെ ചച്ചിക്കങ്ങള് തൊള്ളോണ്ട് പടായി ഉണ്ടാതെ ചെന്ന് ഉണ്ടാക്കണം. ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. കുഞ്ഞപ്പോ കുറച്ച് ഉള്ളി തക്കാളിയാ പീടി പോയി കൊടുത്താ അതിനൊക്കെ എന്റെ ഔത്രു എത്തുണ്ടാക്കി കൊടുത്താൽ ഓനൊന്നും ഉണ്ടാതെ ഇന്ന് തിന്നോളൂ. അന്റെ തന്ത കളർ ഇവിടെ വാ. അന്റെ തന്ത നീക്കേ പീടി പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണ്ട് അങ്ങാടി പോയി ഇപ്പൊ തരാം. സാധനം എന്താന്ന് പറയാൻ കൊടുക്കാൻ പോണ്ട്. എത്താ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പോയിക്കൊണ്ടേ. പച്ചത്തുള്ള പോന്നോളി ഇപ്പറ്റാ ആ വാ അന്നെ കാത്താ നിക്കണതേ. സാധനങ്ങളോടെ ചിക്കനും മീനും ഇറച്ചി ഉണ്ടാക്കപ്പോ ഉള്ളി തക്കാളി ഒന്നും വേണ്ട. വെച്ചുണ്ടാക്കാൻ അതൊന്നും മാണ്ടാൻ അതെല്ലാം പറ്റി പറഞ്ഞേ. ഐബിന്റെ പുതിയൊരു സാധനം ഇറങ്ങിക്കണോ? മൈമീന്റെ സാധനം ഇറങ്ങിക്ക്. മൈമീന്റെ അല്ല ഐമിയാണ്. ഇത് ചിക്കൻ മസാല മാത്രമേ ഉള്ളൂ. ഉള്ളിയും തക്കാളി എവിടെയാണ്? അതന്നെ ഞാൻ പറയുന്നത്. ഇതിന് ഉള്ളിയും വേണ്ട തക്കാളി വേണ്ട തേങ്ങയും വേണ്ട. ഇതിൽ പച്ചവെള്ളം ഓയിൽ ഉപ്പ് മാത്രം മതിയെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടോന്ന് തന്നെ. ഈ കാര്യം എന്റെ മനോട് പറയണ്ട. 10 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാകുമ്പോൾ നെട്ടിക്കോളും. എന്നാ